ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാഞ്ഞിരക്കുരു ആണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ലല്ലേ, കാഞ്ഞിരക്കുരു കഴിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും. ഞാനും കാഞ്ഞിരക്കുരു ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ കഴിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാനിത് കാണുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിത് ശരിക്കും കാഞ്ഞിരത്തിൻ്റെ കുരുവല്ല കേട്ടോ, നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന ഈ കാഞ്ഞിരക്കുരുവിൻ്റെ ഷേപ്പിലാണ്, ആ ആകൃതിയിൽ ഉണ്ടാക്കൊണ്ടായിരിക്കും ഇതിന് കാഞ്ഞിരക്കുരു എന്ന് പേര് വന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മളിതിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന്മേ പല ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഇലയിൽ വെച്ചിട്ടും, അതുപോലെ നമ്മൾ ഈ വായൻ്റെയൊക്കെ ഇലമ ഉണ്ടാവില്ല, ഒരു തണ്ട്, അതിങ്ങനെ പൊളിച്ചിട്ട് അയിമ വെച്ചിട്ടൊക്കെ ഉരുട്ട് ഇത്രേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിസൈനുകൾ ഉണ്ടാവുമല്ലോ ഈ ഇലമയൊക്കെ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തുതരാം. നമ്മളിത് വെറും കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാഞ്ഞിരക്കുരുവിൻ്റെ ആ ഷേപ്പിൽ മാത്രമല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിതിൽ ഒരു 3-4 ഷേപ്പ് ആക്കിയാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ തോനെടുക്കേണ്ടത് കാഞ്ഞിരക്കുരുവിൻ്റെ ആ ഷേപ്പിലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് അരിപ്പൊടി എടുക്കുക. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എത്രത്തോളം വേണോ, നമ്മൾ ആൾക്കാർ എത്ര ഉണ്ട് അതിനനുസരിച്ചൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കുക. ഇനി നമ്മൾ എടുക്കുന്ന അരിപ്പൊടിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കേണ്ടത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങേൻ്റെ അളവൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, കാരണം തേങ്ങയൊക്കെ നല്ലോണം ഉണ്ടാകുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. പിന്നെ നമുക്കതിക്ക് ശർക്കരയാണ് വേണ്ടത്. ശർക്കരയ്ക്ക് നമ്മൾ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഇതുപോലത്തെ 1.5 കട്ടയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ കട്ട ഒരു ചെറുതും. എന്നിട്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഏലക്കായ പൊടിച്ചതാണ്, ഒരു 5-6 ഏലക്ക പൊടിച്ചത് മതി. ഇനി നമുക്ക് കാഞ്ഞിരക്കുരു ഉണ്ടാക്കാനല്ലേ പൊടി വാട്ടിയെടുക്കുക. അതിന് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കൂലേ പൊടി, അതുമാതിരി വാട്ടിയെടുക്കുക. ഇനി നമ്മൾ വാട്ടിയ മാവ് നമുക്ക് ചെറിയ ചൂടോർക്കനെ തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ മാതിരി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കാഞ്ഞിരക്കുരു ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കാഞ്ഞിരക്കുരുവിൻ്റെ ആ മോഡൽ മാത്രമല്ല ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ ഓരോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4-5 ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്. ഇനി നമ്മളത് അതിനൊരു കുഞ്ഞു ഉരുളെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ നീട്ടി കനം കുറച്ചിങ്ങനെ നീട്ടിയെടുക്കുക. എന്നിട്ട് അത് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടുക, ഈ കട്ട് ചെയ്തത് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടുക. എന്നിട്ട് അതിന്മേൽ നമ്മളെ വിരലൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കാഞ്ഞിരക്കുരുവിൻ്റെ ആ ഒരു ഷേപ്പിലായി വരും. ഇനി നമുക്ക് വേറെ കുറച്ചും കൂടി ആകൃതികളിൽ ഇങ്ങനെ ഉണ്ടാക്കട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ ഈ മുറുക്കൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ്. അത് നമ്മളിങ്ങനെ ചെറിയ ഉരുളെടുത്തിട്ട് നേരത്തെ പോലെ തന്നെ കനല്ലാതെ ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തലപ്പത്തുനിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിതുപോലത്തെ ഒരു ഷേപ്പായി കിട്ടും. ഉണ്ടാക്കിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഉരുളെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി നീട്ടിയതാണ്. ഇതിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെ ഇതുപോലെ ഒരു ഓട്ടുള്ള തട്ട് വെച്ചുകൊണ്ട് അങ്ങനെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ ഒന്ന് എണ്ണ ആക്കിയിട്ട് അതിലേക്ക് നമ്മളെ മാവുകൾ ഇട്ട് കൊടുത്താൽ മതി, എന്നാൽ ഒട്ടി പിടിക്കൂല. അപ്പോൾ അങ്ങനെ ആവി കയറ്റി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുണ്ടുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ വേവിച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച തേങ്ങയും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊക്കെ ശർക്കരപ്പാനി നമ്മൾ ഉണ്ടാക്കിയില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളത് ചൂടോർക്കനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളത് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്, കുറച്ചൊരു ശർക്കരയിൽ ഇതൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ, അപ്പോഴത് നമുക്കിങ്ങനെ ശർക്കരൻ്റെ ആ മധുരമൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രേ ഇതിന് പണിയുള്ളൂ, എളുപ്പം ഉണ്ടാക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടോ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.